ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഫിസിക്സ് JEE വന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ് 2019. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ the position of particle as a function of time t is given by x of t equal to at plus bt square minus ct cube, where a, b and c are constants. When the particle attains zero acceleration, then its velocity will be. നാല് ഓപ്ഷൻസ്. പിന്നെ നമുക്ക് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആണ് കാണുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് പൊസിഷൻ തന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വെലോസിറ്റി എങ്ങനെയാണെന്നുള്ളത് കാണാം. അത് ഏത് കണ്ടീഷനിലാണ് വെലോസിറ്റി കാണുന്നത്? സീറോ ആക്സലറേഷൻ കണ്ടീഷനിലാണ് വെലോസിറ്റി കാണുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഇക്വേഷനെ ഇവിടെ എഴുതിയേക്കാം. x of t equal to at plus bt square minus ct cube. അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈമിനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇതിൽ നിന്ന് വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്തെടുക്കാം. വെലോസിറ്റി എങ്ങനെ കാണാം? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോൾ അത് ഒരു എന്താ ടൈമിന്റെ ഫംഗ്ഷൻ നിന്ന് എങ്ങനെ നമുക്ക് ഒരു വെലോസിറ്റിന്റെ ഇക്വേഷൻ എടുക്കാം? v equal to dx by dt. ഇതായിരിക്കും വെലോസിറ്റിന്റെ ഇക്വേഷൻ. ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ x of t ന്റെ വാല്യൂനെ ഈ ഫംഗ്ഷനെ അവിടെ റീപ്ലേസ് ചെയ്യും. d of at plus bt square minus ct cube by dt ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതേ ഫംഗ്ഷൻ നമ്മൾ ഡെറിവേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിലുള്ള ടീനെ നമ്മൾ ഡി ടി വെച്ചിട്ട് ഡെറിവേഷൻ ചെയ്യും. നമുക്ക് കിട്ടുന്നത് d of at by dt plus d of bt square by dt minus d of ct by dt. ഇതിൽ കിട്ടുന്നത് d by t by dt എന്ന് പറഞ്ഞത് a plus ഇവിടെ 2bt minus 3ct square. ഇതായിരിക്കും വെലോസിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഇക്വേഷൻ ഈ ഓപ്ഷൻസിലില്ല. കാരണം നമ്മൾ ഈ ഓപ്ഷൻസിലുള്ളത് വെലോസിറ്റി അറ്റ് സീറോ ആക്സലറേഷൻ. നമുക്ക് ആക്സലറേഷന്റെ ഇക്വേഷനും കാണാം. എന്നിട്ട് അതിലാണ് നമ്മൾ എന്ത് ചെയ്യണം? സീറോ ആക്സലറേഷനിൽ ടൈം എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ആക്സലറേഷൻ ഇക്വേഷൻ ഈ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാം. അതിന് ആക്സലറേഷൻ നമുക്ക് dv by dt എന്ന് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ വിന്റെ പകരം നമ്മൾ ഈ ഫംഗ്ഷനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a plus 2bt minus 3ct square by dt. ഇതിന്റെ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് a b c ഒക്കെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് a ന്റെ അവിടെ ഡെറിവേഷൻ ചെയ്ത് 0 ആയിരിക്കും. പിന്നുള്ളത് 2bt ആണ്. അവിടെ 2b എന്ന് കിട്ടും. ഇവിടെ 3 ഇത് 2 into 3ct ആയിരിക്കും. അപ്പോൾ 6ct. ഇതാണ് ആക്സലറേഷൻ ഇക്വേഷനിൽ കിട്ടിയത്. ഇനി ഇതിൽ ആക്സലറേഷൻ 0 ആണെന്ന കേസിലാണ് നമ്മൾ വെലോസിറ്റി കാണുന്നത് പറഞ്ഞത്. ആക്സലറേഷൻ 0 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ കൺവേർട്ട് ചെയ്യാം. ആക്സലറേഷൻ 0 ആകുമ്പോൾ 2b minus 6ct. ഇവിടെ നമുക്ക് 2b നെ പുറത്തോട്ട് വന്ന 2b equal to 6ct. ഇവിടെ t equal to 2b by 6c എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു 3 കിട്ടും. t equal to b by 3c എന്ന വാല്യൂ നമുക്ക് t ന് കിട്ടും. ഇനി ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. t ന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ ആയിരിക്കും b equal to a plus 2b into b by 3c minus 3c into b by 3c the whole square. ഇതിനെ ബ്രാക്കറ്റിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യാം. a plus 2b square by 3c minus ഇവിടെ 3cb square by 9c square. c യും c square ക്യാൻസൽ ആയി പോകും. 3 ബാക്കി 3.
ഇങ്ങനെ കിട്ടിയില്ല. ഇനി ഈ ഇക്വേഷനാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കണം. That v equal to a plus 2b square by 3c minus b square by 3c. ഇത് നമുക്ക് കിട്ടും 2b square minus b square. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് മേലത്തെ രണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. 2b square minus b square b square ആണ്. a plus b square by 3c. നമുക്ക് കിട്ടിയ ആൻസർ ഇതാണ്. എത്രാമത്തെ ഓപ്ഷനാണ്? സി അല്ലേ? ഓപ്ഷൻ സി ആണിത് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവിടെ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് സ്പീഡ് v equal to b root x along positive x axis. Calculate the speed of the particle at time tau. Assume particle is at origin at t is equal to 0. അതായത് ഇവിടെ ഒരു പാർട്ടിക്കിളുടെ സ്പീഡ് നമുക്ക് ഓൾറെഡി തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആ പാർട്ടിക്കിളുടെ സ്പീഡ് അറ്റ് ടൈം ടോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ ഒന്ന് എഴുതാം. നമുക്ക് ആദ്യം ഇതിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഈ വെലോസിറ്റിന്റെ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരിക്കും ആക്സിലറേഷൻ. അതായത് ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു dv by dt ആവും നമ്മുടെ ആക്സിലറേഷൻ. അതായത് d by dt ഓഫ് b root x. ഇതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ നമ്മൾ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? b root x ന്റെ ഡെറിവേഷൻ ആയിക്കോട്ടെ, b കോൺസ്റ്റന്റ് ആയിട്ട് b by 2 root x into dx by dt. ഇതാണ് നമ്മൾ എന്ത് കിട്ടും? ആക്സിലറേഷൻ ആയിട്ട് കിട്ടുന്നത്. ഇനി ഇത് dx by dt എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊസിഷന്റെ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് വെലോസിറ്റി ആണ്. നമുക്ക് അതിനെ അവിടെ എന്ത് ചെയ്യാം? വെലോസിറ്റി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. b by 2 root x into b. ഇവിടെ v ന്റെ ഓൾറെഡി നമുക്ക് വാല്യൂ ഉണ്ട്. നമ്മൾ ഇതിൽ v ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് d by 2 root x into b root x. root x ക്യാൻസൽ ചെയ്ത് നമുക്ക് ആക്സിലറേഷൻ എന്ത് കിട്ടും? b square by 2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് മനസ്സിലാക്കാം b കോൺസ്റ്റന്റ് ആണ്, 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആക്സിലറേഷൻ ഇവിടെ എന്താ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതായിരിക്കും? v equal to u plus at ആയിരിക്കും നമ്മൾ ടൈം ടോയിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്, ആക്സിലറേഷൻ നമുക്കറിയാം, ടൈം ടോ അറിയാം, ഇനീഷ്യൽ വെലോസിറ്റി ആണ് അറിയാത്തത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് അസ്യൂം പാർട്ടിക്കിൾ അറ്റ് ഇറ്റ്സ് ഒറിജിൻ വെൻ ടൈം ഈസ് 0. ടൈം 0 ആകുമ്പോൾ പാർട്ടിക്കിൾ ഒറിജിനിലാണ്, അതായത് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ നമുക്കത് ഈ വെലോസിറ്റിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u equal to b root x when x equal to 0. കാരണം ടൈം 0 ആയതുകൊണ്ട് ടൈം 0 അതായത് ഇനീഷ്യൽ വെലോസിറ്റി പാർട്ടിക്കിൾ ഒറിജിനൽ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? b into 0 0 ആയിരിക്കും. എന്നാൽ നമുക്ക് ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. v equal to 0 plus b square by 2 into t ഇവിടെ എന്താണ്? ടോ ആണ്. നമുക്ക് വെലോസിറ്റി b square ടോ by 2 എന്ന് കിട്ടും. എത്രാമത്തെ ഓപ്ഷനാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി v equal to k into y I cap plus x j cap, where k is constant. The general equation for its path is given by 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിന്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അത് ഐ ക്യാപ് j cap ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ജനറൽ ഇക്വേഷൻ ഫോർ ഇറ്റ്സ് പാത്ത് ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഇക്വേഷൻ ഇവിടെ എഴുതി വെക്കാം. v equal to k into
y into I cap plus x into j cap. അപ്പോൾ ഇതിന്റെ വെലോസിറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റിന്റെ ഇക്വേഷൻ തന്നിരിക്കണം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ജനറൽ ഇക്വേഷൻ കുറച്ച് പാത്ത് കാണാം. അത് നമ്മൾ ആദ്യം ഇതിന്റെ പൊസിഷൻ ഇക്വേഷൻ, അതായത് ഈ പാർട്ടിക്കിളുടെ പൊസിഷന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതും. r equal to x I cap plus y j cap. ഇതാണ് ഒരു പാർട്ടിക്കിളുടെ പൊസിഷൻ ഇക്വേഷൻ. ഇത് വെക്ടർ ഫോമിലാണ്. ഇനി ഒരു പൊസിഷൻ ഇക്വേഷന് നമ്മൾ ടൈം വെച്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി ഇക്വേഷൻ കിട്ടും. അതായത് v equal to dr by dt എന്നല്ലേ പൊസിഷൻ ഇക്വേഷൻ നമ്മൾ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d by dt of xi plus yj. ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ dx by dt into I cap plus dy by dt into j cap എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പൊസിഷൻ ഇക്വേഷന് ഡിറൈവ് ചെയ്ത വെലോസിറ്റി ഇക്വേഷൻ കിട്ടിയത്. ഇനി ഈ വെലോസിറ്റി ഇക്വേഷന്റെ ടേംസ് ഏതാണെന്ന് നോക്കിയാൽ മതി. അതായത് dx by dt ന്റെ ഭാഗത്ത് ഏത് ടേമാണ് ഈ ഇക്വേഷനിൽ വരുന്നത്, അതായത് ഐ ക്യാപ്പിന്റെ കൂടെയുള്ള കോൺസ്റ്റന്റ് ഏതാണ്, ഐ ക്യാപ്പിന്റെ കൂടെയുള്ള വേരിയബിൾ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇത് k കോൺസ്റ്റന്റ് ആണ്, അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ക്യാപ്പിന്റെ ജെ ക്യാപ്പിന്റെ കൂടെയുള്ള വേരിയബിൾ ഏതാണെന്ന് നോക്കാം. അതായത് dx by dt ന്റെ സ്ഥാനത്ത് y യും dy by dt ന്റെ സ്ഥാനത്ത് x ഉം ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഈ ഇക്വേഷന് ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ dx by dt equal to y dy by dt equal to x എന്ന് എഴുതി കൂടെ. ഇങ്ങനെ എഴുതാം. ഇനി ഈ രണ്ട് ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതായത് y-നെ x-നെ y-നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യാം. y-നെ x കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, ഇവിടെ എന്താ dx by dt divided by dy by dt ഇങ്ങനെ കിട്ടും. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ജനറൽ ഇക്വേഷനിലേക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെറിവേഷൻ ചെയ്യുന്നത്. dy by dt രണ്ട് സൈഡിലും dt കോമൺ ആണ്, അപ്പോൾ ഇത് ക്യാൻസൽ ആയിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, x dx equal to y dy. ഈ ഒരു ഫോമിലേക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ബോത്ത് സൈഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് x dx equal to ഇന്റഗ്രൽ ഓഫ് y dy. അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൻസർ കിട്ടും, x-ന്റെ ഇന്റഗ്രൽ എന്താ വിത്ത് റെസ്പെക്ട് ടു dx, x-ന്റെ ഇന്റഗ്രൽ x square by 2 plus c1 by 2 equal to ഇവിടെ y-ന്റെ ഇന്റഗ്രൽ y square by 2 plus c2 by 2. ഈ c1 ഉം c2 c2 by 2, c1 ഉം c2 എന്താണ്, ഇന്റഗ്രേറ്റ് കോൺസ്റ്റന്റ്സ് ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ്സ്. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ഇക്വേഷൻ x square by 2 plus c1 by 2 equal to y square by 2 plus c2 by 2. 2 എല്ലായിടത്തും കോമൺ ആയിട്ട് 2-നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് വരും x square plus c1 equal to y square plus c2 എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ c1-നെയും c2-നെയും ഒരു സിംഗിൾ കോൺസ്റ്റന്റ് ആക്കിയിട്ട് മാറ്റാമല്ലോ. അതായത് x square plus c1 minus c2 equal to y square. ഇവിടെ c1 and c2 നമുക്ക് എന്ത് ചെയ്യാം, c ആയിട്ട് കൺസിഡർ ചെയ്യാം. c1 minus c2-നെ c ആയിട്ട് സിംഗിൾ ഇതായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, x square plus c equal to y square എന്നൊരു ഇക്വേഷൻ കിട്ടും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ y square equal to x square plus c.
ഇതാണ് നമുക്ക് ആൻസർ. ഇതിൽ y² + x² + c എന്താണ് കോൺസ്റ്റന്റ് അല്ലേ? ഈ പ്രോബ്ലത്തിൽ അല്ലെ ഈ ഓപ്ഷൻസിൽ y² = x² + കോൺസ്റ്റന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഡി ഓപ്ഷൻ. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഈ ഒരു ആൻസറിലേക്കാണ് ഇതിന് ഈ ഫോമിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A projectile is given an initial velocity of I plus 2j meters per second, where I is along the ground and j is along the vertical direction. If g equal to 10 meters per second square, the equation of its trajectory is. നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു പ്രൊജക്ടൈലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഒരു പാർട്ടിക്കിൾ, അതായത് ഒരു പാർട്ട് ഓഫ് ദ ഇക്വേഷൻ, അതായത് ഐന്റെ പാർട്ട് അലോങ് ദ ഗ്രൗണ്ട് ആണ്, അതായത് അത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ്. ജെ എന്ന പാർട്ട് വെർട്ടിക്കൽ കമ്പോണന്റ് ആണ്, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇക്വേഷൻ ഓഫ് ദിസ് ട്രജക്ടറി കാണാൻ. അപ്പോൾ ആദ്യം നമുക്ക് വെലോസിറ്റിന്റെ ഇക്വേഷൻ എഴുതാം. I plus 2j meter per second. ഇതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയ, അത് ഹൊറിസോണ്ടൽ കമ്പോണന്റ്, നമുക്കതിന് ux എന്ന് റെപ്രസെന്റ് ചെയ്യാം. അത് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതായത് ഐന്റെ കോഎഫിഷ്യന്റ് 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് അതിനെ uy എന്ന് വിളിക്കാം. അത് 2 മീറ്റർ പെർ സെക്കൻഡ്. ക്വസ്റ്റ്യൻ തന്നതുപോലെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ ഫോർമുല യൂസ് ചെയ്യണം. ഫോർമുല യൂസിങ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. എന്തിനാ? വെലോസിറ്റി കാണാനാണ്. x ഈക്വൽ ടു, ഇത് എന്താ, v ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന ഇക്വേഷൻ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റിൽ എഴുതുമ്പോൾ x ഈക്വൽ ടു uxt പ്ലസ് ഹാഫ് ax t സ്ക്വയർ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഇതിൽ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ വാല്യൂസ് ഇടാം. ഹൊറിസോണ്ടൽ കമ്പോണന്റിൽ യുവിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 ux ന്റെ വാല്യൂ കേട്ടോ, 1 ഇൻറ്റു ടി പ്ലസ് ഇവിടെ ax ന്റെ വാല്യൂ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ കമ്പോണന്റിൽ ഇറ്റ് ഈസ് അലോങ് ദ ഗ്രൗണ്ട് ആണ്, ഐ അലോങ് ദ ഗ്രൗണ്ട് ആണ്. അപ്പൊ ax ന്റെ വാല്യൂ ഇവിടെ 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തം 0 ആയി മാറും. അപ്പൊ x ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ടി ആയിട്ട് കിട്ടും. 1 ഇൻറ്റു ടി. ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ വെർട്ടിക്കൽ കമ്പോണന്റിനെ ഫോർമുല യൂസ് ചെയ്യണം. ഫോർമുല യൂസിങ് വെർട്ടിക്കൽ കമ്പോണന്റ്. അതെങ്ങനെയായിരിക്കും? എക്സിന്റെ പകരം y എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. uyt പ്ലസ് ഹാഫ് ay t². ഇതായിരിക്കും വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഫോർമുല. ഇനി ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ uy എന്താണ്? 2 ആണ്. 2 ഇൻറ്റു ടി പ്ലസ് ഹാഫ്. ഇവിടെ എന്താ, വെർട്ടിക്കൽ കമ്പോണന്റിൽ വെർട്ടിക്കൽ ജെ അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വെർട്ടിക്കൽ ഡയറക്ഷനിലാകുമ്പോൾ നമ്മൾ അവിടെ ആക്സിലറേഷനെ ഡ്യൂ ടു ഗ്രാവിറ്റിനെ കൺസിഡർ ചെയ്യും. പക്ഷെ അതിന് നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്തിനെ എടുക്കണേ? ഈ ഇക്വേഷൻ എടുക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇക്വേഷൻ എടുക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇൻറ്റു t². ഓക്കെ, ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 2t പ്ലസ് മാറി നെഗറ്റീവ് ആവും, മൈനസ് 10/2 5t². വൈൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? y ഈക്വൽ ടു 2t മൈനസ് 5t² എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ 1 ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ടിന്റെ പ്ലേസിൽ നമുക്ക് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 2.
y equal to 2x minus 5x square നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻസിൽ ബി ഓപ്ഷൻ ആണ് നമുക്ക് കിട്ടിയ ആൻസർ. അതായത് നമ്മൾ തന്നിരിക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റിനെ രണ്ട് കമ്പോണൻസ് ആക്കി അതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ അടുത്ത് അത് ആ കമ്പോണൻസിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് അതേപോലെ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് അതിൽ ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഇക്വേഷൻ ട്രജക്ടറി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. A bullet of mass 20 gram has an initial speed of 1 meter per second just before it starts penetrating a mud wall of thickness 20 centimeter. If the wall offers a mean resistance of 2.5 × 10⁻² Newton, the speed of the bullet after emerging from the other side of the wall is close to given options. ഇതിൽ ഒരു 20 gram മാസ് ഉള്ള ഒരു ബുള്ളറ്റ് ഇനീഷ്യൽ സ്പീഡായി ഇനീഷ്യൽ വെലോസിറ്റി ആയ 1 മീറ്റർ പെർ സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 20 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള മഡ് വാളിൽ ഹിറ്റ് ചെയ്ത് അത് പെനട്രേറ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് വന്നു. അപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും എന്ന് പറയാം. ഈ മഡ് വാളിന്റെ ഒരു മീൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 2.5 × 10⁻² ന്യൂട്ടൺ ഉണ്ട്. അതായത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് ആണ് മഡ് വാളിനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഫോഴ്സ് എഴുതി വെക്കാം. റെസിസ്റ്റീവ് ഫോഴ്സ് -2.5 × 10⁻² ന്യൂട്ടൺ ആയിരിക്കും. കാരണം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ ബുള്ളറ്റ് പോണതിന്റെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബുള്ളറ്റ് ഈ മഡ്വാളിലേക്കൂടെ പെനട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിനൊരു ഡീസലറേഷൻ സംഭവിക്കും. കാരണം ഈ റെസിസ്റ്റീവ് ഫോഴ്സ് കാരണം. അപ്പൊ ആ ഡീസലറേഷന്റെ വാല്യൂ എത്രയായിരിക്കും നോക്കാം. Force/m ആണ് ഡീസലറേഷന്റെ ഇക്വേഷൻ. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ മാസ് ഓഫ് ദ ബുള്ളറ്റ്. കാരണം ഈ ഡീസലറേഷൻ ആയിരിക്കും നമുക്ക് അടുത്ത എമർജ് ചെയ്ത് പോണ ബുള്ളറ്റിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ -2.5 × 10⁻² ന്യൂട്ടൺ ബൈ ഇത് ഗ്രാമിലാണ്. അപ്പൊ നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ എഴുതണം. കിലോഗ്രാംസ് 10⁻³ കിലോഗ്രാംസ്. ഇതിനെ നമുക്ക് ഈ 10⁻³ 10⁻² അങ്ങോട്ട് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് എക്സ്പോണന്റ് പോസിറ്റീവ് എക്സ്പോണന്റ് ആണ്. ഇതിന് -2.5 × 10⁻³ by 20 × 10⁻². രണ്ട് ക്യാൻസൽ ആയിട്ട് 1 ആണ്. കാരണം നമ്പർ ഓഫ് സീറോസ് ക്യാൻസൽ ആവും. ഇത് ഈ 2.5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 ആവും. അപ്പൊ നമുക്ക് ഇതിനെ -25/20 എന്ന് എഴുതാം. 5 ഇത് 5 ടൈംസ് ഇത് 4 ടൈംസ്. ആക്സലറേഷൻ -5/4 ഇതാണ്. ഇപ്പൊ നമുക്ക് ഡീസലറേഷൻ കിട്ടി, നമുക്കൊരു ഇതിന്റെ മാസ് അറിയാം, ഡിസ്റ്റൻസ് അറിയാം. അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും വിത്ത് ആക്സലറേഷൻ ആൻഡ് മാസ് ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് v² - u² = 2as. എല്ലാ ടേംസും നമുക്ക് കാണേണ്ടത് ഈ വെലോസിറ്റി ആണ്. അതാണ് ആക്ച്വലി നമ്മുടെ ആൻസർ. നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. v² = u² + 2as. ഇവിടെ യുവിന്റെ വാല്യൂ എന്താണ്? 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് നമ്മൾ u² 1 ആയതുകൊണ്ട് 1 ആയിരിക്കും. 2 × -5/4 ആണ് നമ്മളോട് ഡീസലറേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്തത്. -5/4 ഇനി ഡിസ്റ്റൻസ്, അതായത് വാളിന്റെ തിക്നെസ് ആണ് ഇവിടെ ബുള്ളറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. 20 സെന്റിമീറ്റർ ആണ്. നമ്മൾ അതിനെ SI അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ 20 മീറ്റേഴ്സ് ആയിരിക്കും.
ഇതിനുള്ള കാൽക്കുലേറ്റ് ചെയ്യാം. 1 ഈ നെഗറ്റീവ് ഇവിടെ വരും -5/4 into 2 into 20 into 1/10^2. ഇതിന്റെ ഡിനോമിനേറ്റർ കൊടുത്തപ്പോൾ നെഗറ്റീവ് എക്സ്പോണന്റ് പോസിറ്റീവ് ആയി. ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തതാണ്. ഇവിടെ നമുക്ക് ഈ 4 20 ക്യാൻസൽ ചെയ്ത് 5 കിട്ടും. നെക്സ്റ്റ് 1 - 5 into 2 into 5 into 1/100 ആയിരിക്കും. എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 2 times 100 50. 5 8 ക്യാൻസൽ ചെയ്ത് 10. വീണ്ടും 5 8 ക്യാൻസൽ ചെയ്ത് 2. ഇവിടെ 1 - 1/2 എന്ന വാല്യൂ കിട്ടും. 1 - 1/2 എന്തായിരിക്കും? 1/2 ആയിരിക്കും. ഇതാണ് ബി സ്ക്വയറിന്റെ വാല്യൂ. ബി സ്ക്വയറിന്റെ വാല്യൂ ആണ് 1/2. അപ്പോൾ ബിന്റെ വാല്യൂ എന്തായിരിക്കും? √1/2, അതായത് ഈക്വൽ ടു 1/√2. √2ന്റെ വാല്യൂ 1.44 ആണ്. അപ്രോക്സിമേറ്റ്ലി 1/√2ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0.701 ആണ്. ഈ വാല്യൂ നിങ്ങൾക്ക് കാണാതെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.70 എഴുതാം. അല്ലെങ്കിൽ 1/2ന്റെ ഫ്രാക്ഷൻ, അതായത് ഡെസിമൽ വാല്യൂ എത്ര? 0.5 അല്ല. 1/√2 1/2നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ ഈ ഓപ്ഷൻസിൽ 0.5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഏതാണ്? 0.7 എന്നുള്ളൂ. പക്ഷെ ആക്ച്വലി ഈ വാല്യൂ ആണ് 1/√2ന്റെ ആക്ച്വൽ അപ്രോക്സിമേറ്റഡ് വാല്യൂ 0.7 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ.